Passou bem estou. Todo fim de semana. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രിവ്യൂവിൽ കണ്ട പോലെ തന്നെ ആ ഒരു മെർക്കുറി കട്ടൗട്ട് എഫക്റ്റ് എങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയോസിൻ്റെ ബീറ്റ് മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് ഓഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ ബീറ്റിനനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് ബീറ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ബീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും ഓഡിയോയിൽ. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതേപോലെ ഓഡിയോസിൽ എവിടേക്കാണോ ബീറ്റ് ഉള്ളത് അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിനാണ് നമ്മൾ ബീറ്റ് മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് പറയുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലിപ്സ് ക്യാപ്കട്ടിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ ക്ലിപ്സാണോ നിങ്ങൾക്ക് ക്യാപ്കട്ടിനകത്ത് എഡിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ ഒരു വീഡിയോയിൽ വേണ്ടത് ആ ഒരു ക്ലിപ്സൊക്കെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ മെയിൻ ആയിട്ടുള്ള ആ ഒരു എഫക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സെക്കൻഡ് ക്ലിപ്പ് തൊട്ടിട്ടാണ് നമ്മൾ ആ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഫ്രെയിമിൽ ഓടുന്നത് ജസ്റ്റ് ഫ്രീസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഫ്രീസ് ക്ലിക്ക് ചെയ്തിട്ട് ഓവർലാക്കിയിട്ട് മാറ്റാം. ഈ ഓവർലാക്കി മാറ്റിയ ഇമേജിനെ നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് ക്ലിപ്പിൻ്റെ താഴെ കൊടുന്ന് വെക്കുക. അതെന്തിനാണെന്നുള്ളത് പറഞ്ഞുതരാം. എന്നിട്ട് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്ലിപ്പ് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ടൂൾ ബോക്സിൽ കട്ടൗട്ട് കണ്ടൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കണ്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് നമുക്ക് റിമൂവ് ആയിട്ട് കിട്ടും. അതായത് ഇമേജ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടും. പിന്നെ നമ്മൾ എഫക്റ്റിൽ ബോഡി എഫക്റ്റിൽ വന്നിട്ട് താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വോർട്ടെക്സ് ഡിസോൾവ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് കിട്ടും. അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു കട്ടൗട്ടിൻ്റെ ലെങ്ത്തുമായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് എന്തിനു മാത്രമേ കിട്ടുള്ളൂ, ഓവർലേക്ക് മാത്രം. അതായത് ഓവർലേ കഴിയുമ്പോൾ തന്നെ ആ ഒരു എഫക്റ്റ് കഴിയുന്ന പോലെ നമുക്ക് സെറ്റായിട്ട് കിട്ടും. എന്നിട്ട് അതിൻ്റെ ഒബ്ജക്റ്റിൽ വന്നിട്ട് ഓവർലേ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ സ്പീഡ് 25 ആക്കി കൊടുക്കുക. അത് നിങ്ങൾക്ക് വാല്യൂസിനനുസരിച്ച് മാറ്റി കൊടുക്കാൻ പറ്റും. എന്നാലും 25 എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ഒരു വാല്യൂ ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഓവർലേൻ്റെ ഫസ്റ്റിലൊരു കീ ഫ്രെയിം വന്നിട്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്തിട്ട് അതിനെ താഴോട്ടാക്കി കൊടുക്കുക. അതായത് നമുക്ക് വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ മേലേക്ക് പൊന്തി വരുന്ന രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റത്തെ കീ ഫ്രെയിം നിങ്ങൾ എന്ത് ചെയ്യുക, ഡിഫോൾട്ടായിട്ട് എവിടെയാണോ പിക്ചർ നിൽക്കുന്നത് അവിടെ തന്നെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് രണ്ടാമത്തെ ക്ലിപ്പിൽ ആ ഒരു എഫക്റ്റ് ആഡ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. അതായത് ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഓവർലാക്കി മാറ്റിയിട്ടുണ്ട്. ഓവർലാക്കി മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കട്ടൗട്ട് എടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെടുക്കുക. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ ഇട്ട എഫക്റ്റ് ഉണ്ടല്ലോ, എഫക്റ്റിന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പിയോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നമ്മുടെ രണ്ടാമത്തെ എഫക്റ്റിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് കൊടുന്ന് താഴെ വെച്ച് കൊടുക്കുക. അതേപോലെ ഒബ്ജക്റ്റിൽ ഓവർലേ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ക്ലിപ്പിൻ്റെ ഫസ്റ്റിൽ നിങ്ങളൊരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക, ലാസ്റ്റിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റത്തെ കീ ഫ്രെയിം ഒന്നും ചെയ്യണ്ട, ഫസ്റ്റത്തെ കീ ഫ്രെയിമിൽ വന്നിട്ട് നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിനെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു എഫക്റ്റ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതായത് ഏത് സൈഡിൽ നിന്നാണോ നിങ്ങൾക്ക് ആ ഒരു ഒബ്ജക്റ്റ് വരേണ്ടത് ആ ഒരു സൈഡിലോട്ട് നിങ്ങൾക്ക് ഫസ്റ്റത്തെ കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് താഴോട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, താഴോട്ട് തന്നെ യൂസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് സൈഡിൽ നിന്ന് വേണമെങ്കിൽ സൈഡിലോട്ട് നീക്കി കൊടുത്താൽ മതി. അതായത് ഫസ്റ്റത്തെ കീ ഫ്രെയിമിൽ സൈഡിലോട്ട് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് പിന്നെ അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലോട്ട് വന്നിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ ഒരു എഫക്റ്റ് സെറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഒരു ഷെയ്ക്ക് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓവർലേ വന്നിരിക്കുന്ന സമയത്ത് ഒരു ഷെയ്ക്ക്, അതായത് ജസ്റ്റ് ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു ഒറിജിനാലിറ്റി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഇമ്പാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഷെയ്ക്ക് എഫക്റ്റ് യൂസ് ചെയ്യുന്നത്. അത് നമ്മളൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് സെൻറ്ററത്തെ പോർഷനിൽ മാത്രം നിങ്ങൾ വാല്യൂസ് വെച്ചിട്ട് ബാക്കി 2 കീ ഫ്രെയിം, അതായത് തുടക്കത്തിലും അവസാനത്തെയും കീ ഫ്രെയിം നിങ്ങൾ 0 ആക്കി കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഞാൻ ഈ ചെയ്യുന്ന പ്രോസസ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് പോയാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാമറ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒബ്ലിക് ബ്ലറും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ എഫക്റ്റും നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ എവിടെയാണോ എഫക്ട്സ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ലെങ്ത് ആക്കി കൊടുക്കുക എന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കുക. എന്നിട്ട് ഒബ്ജക്റ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് ഏത് ഒബ്ജക്റ്റിനാണോ ആ ഒരു എഫക്റ്റ് അപ്ലൈ ചെയ്യേണ്ടത് അത് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ആൾ വീഡിയോസിനാണ് കൊടുക്കുന്നത്. മെർക്കുറി എഫക്റ്റ് മാത്രം നമ്മൾ ആ ഒരു കട്ടൗട്ടിനാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റിലെയും ലാസ്റ്റത്തെയും കീ ഫ്രെയിംസ് 0 ആക്കുക. സെൻറ്ററത്തെ കീ ഫ്രെയിം മാത്രം നമ്മൾ ജസ്റ്റ് ഒരു വാല്യൂ കൊടുക്കുക. എന്നിട്ട് എല്ലാ ക്ലിപ്സിനും നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ജസ്റ്റ് കോപ്പി എടുത്തിട്ട് എല്ലാ ക്ലിപ്സിൻ്റെയും താഴെ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി വെച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഒരു ബ്ലാക്ക് ഫ്ലാഷ് 2 എന്ന് പറഞ്ഞുള്ള ഈ ഒരു എഫക്റ്റ് ആണ്. ഈ ഒരു എഫക്റ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇതിൻ്റെ സ്പീഡും ഇൻറ്റൻസിറ്റിയും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രിവ്യൂ കണ്ട പോലെ എക്സാക്റ്റ് ആ ഒരു വീഡിയോൻ്റെ സംഭവം നിങ്ങൾക്ക് ഈ ഒരു
ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അത് ചെറിയൊരു ബ്ലാക്ക് ഫ്ലാഷ് ആണ്, അത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ നിങ്ങളുടെ വീഡിയോസിൽ ആ ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.